ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്വാദിഷ്ടമായ ഒരു ചൂരക്കറി എങ്ങനെ തയ്യാറാക്കാം എന്നാണ്. ഏകദേശം 300 ഗ്രാം ചൂരയാണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിന് പൊതുവെ ഒരു ചോരമണം ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് കഴുകി എടുത്തതിന് ശേഷം കുറച്ച് നാരങ്ങാനീരും കുറച്ച് വിനാഗിരിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ചേർത്ത് ഇളക്കി കുറച്ച് സമയം വെക്കുക. അതിനുശേഷം വൃത്തിയായി കഴുകി വെള്ളം കളഞ്ഞ് മാറ്റി വെക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ നമുക്കൊന്ന് നോക്കാം. ചെറിയ ഉള്ളി ഏകദേശം 15 മുതൽ 20 വരെ, വെളുത്തുള്ളി 5 മുതൽ 10 വരെ, ഇഞ്ചി 1 പീസ്, പച്ചമുളക് 2, കുറച്ച് കറിവേപ്പില എന്നിവയാണ്. ഇനി ഇതെല്ലാം ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. അരിയുമ്പോൾ നീളത്തിൽ അരിയാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ഒന്ന് ചൂടാക്കി എടുക്കാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി, ഉലുവ, കുരുമുളക് എന്നിവ 1/2 ടേബിൾ സ്പൂൺ വീതം എടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാം. കറിയുടെ സ്വാദ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പൊടികളൊക്കെ ചൂടാക്കി എടുക്കുന്നത്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിങ്ങനെ ചൂടാക്കി എടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് നമുക്കതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ച ചേരുവകൾ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി എന്നിവ വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ഇടാവുന്നതാണ്. ചേരുവകളെല്ലാം നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില എന്നിവ കൂടി ഇടാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരാൻ വേണ്ടി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ്. ഏകദേശം 2-3 പീസ് കുടംപുളിയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് മുറിച്ച് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ ഇത് എണ്ണയിൽ വഴറ്റിയെടുക്കുമ്പോൾ അതിനൊരു ഗ്ലേസിങ്ങും ആ പുളിക്ക് നല്ലൊരു സ്വാദും ഒക്കെ ഉള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ച പൊടികൾ ചേർക്കുക. പൊടികൾ ചേർത്ത് നമ്മൾ നന്നായി ഇളക്കിയെടുക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കണം. ഏകദേശം 2 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഈ സമയം ഞാൻ വേറൊരു പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിരുന്നു. ഏകദേശം 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. നമ്മൾ കുറേശ്ശെ വേണം വെള്ളം ഒഴിക്കാൻ. അതായത് നമ്മൾ വെള്ളം ഒഴിച്ച് ആ എണ്ണയിലേക്ക് ആ വെള്ളം ഒന്ന് ചേർന്ന് കുറേശ്ശെയായി വെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിക്കുന്നതിന് പ്രത്യേക സ്വാദ് കിട്ടാൻ വേണ്ടിയാണ്. അത് ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വന്ന് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന പാകമാകും. അപ്പോഴേക്കും നമ്മൾ കുറച്ച് ഉപ്പ് കൂടി അതിലേക്ക് ചേർക്കുക.
ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടാവുന്നതാണ്. മീൻ കഷ്ണങ്ങളിട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ ഞാൻ സ്റ്റൗ ലോ ഫ്ലെയിമിലേക്കാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് 2 കറിവേപ്പില കൂടി അതിലേക്ക് ഇടുക. പൊതുവേ സ്പൂൺ ഇടാറില്ല, നമ്മളതൊന്ന് ചുറ്റി ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി അതേ രീതിയിൽ തിളപ്പിച്ചെടുക്കുക. കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് ചാറ് കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ചൂട് മാറി നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.